പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകാഗ്നി വചന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയം നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ അഭിഷേകാഗ്നിയുടെ എപ്പിസോഡ് നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കേ. അടുത്ത അഭിഷേകാഗ്നിയാണ് 1000ാമത്തെ എപ്പിസോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് അതിന് തൊട്ട് മുമ്പത്തെ എപ്പിസോഡാണ്. വലിയ ദൈവാനുഗ്രഹമാണ്. അടുത്ത ഞായറാഴ്ചത്തെ എപ്പിസോഡ് ഒരിക്കലും മുടക്കരുത്. അതിനകത്ത് അഭിവന്തി പിതാക്കന്മാർ ബഹുമാനപ്പെട്ട സേവർക്കാൻ വട്ടാഴ്ച ഫുൾ ടൈം അതിൻ്റെ നേതൃത്വം കൊടുക്കുന്നു. പിന്നെ അതേപോലെ തന്നെ സോജിയച്ചൻ, ക്രിസ്റ്റോച്ചൻ, സാംസച്ചൻ, എസ്ഗോലെ എല്ലാ വൈദികരും പിന്നെ ഈ എളിയ ദാസനും ഉണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ വലിയൊരു കൃപയാണ് കേട്ടോ. പിന്നെ നിങ്ങളെല്ലാവരും പ്രത്യേകം ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ അടുത്ത ഞായറാഴ്ചത്തെ എപ്പിസോഡിന് വേണ്ടി നിങ്ങളെല്ലാവരും വിളിച്ച് പറയണം. പണ്ട് അഭിഷേകം കുടിക്കാൻ നിർത്തി കുറച്ച് ആൾക്കാരുണ്ട്, അവരെല്ലാം പൊടി തട്ടി വിളിക്കണം. പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതുവരെ അഭിഷേകത്തെ കൂടാത്ത കുറച്ച് ആൾക്കാരുണ്ട്, അവർ 10 പേരെ അങ്ങോട്ട് വിളിക്കുക. ഇത് വലിയൊരു സംഭവം എന്ന് പറയുക. അപ്പോൾ എല്ലാവരും കൂടെ വരും. അവർ വന്ന സത്യമാണ്, പിന്നെ ഒരിക്കലും ഇത് മുടക്കുകയില്ല. റെഡി? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ യുവതി യുവാക്കളെ നിങ്ങളുടെ കൂട്ടുകാരെ കുറച്ച് പേരൊക്കെ സംഘടിപ്പിക്കണം കേട്ടോ. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു ഒരുങ്ങണം. പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, കൊരിന്തോസ്യർക്ക് എഴുതിയ 2ാമത്തെ ലേഖനത്തിൽ 6ാമത്തെ അധ്യായത്തിൻ്റെ 2ാമത്തെ തിരുവചനം നല്ലൊരു വചനമാണ്. സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. കാണാതെ പഠിച്ചാൽ നമുക്കൊരു നല്ലൊരു അനുഗ്രഹം കിട്ടുന്നൊരു വചനമാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന് സ്വീകരിക്കാൻ ഒരു സമയമുണ്ട്. ആ സമയത്ത് ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതാണ് ഇടപെടാതെ പ്രാർത്ഥിക്കും. ഓർക്കുന്നില്ലേ? എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അത് വചനത്തിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. ആ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് അതെല്ലാം ടക്ക് എന്ന് പറഞ്ഞിട്ട് എല്ലാം കേൾക്കപ്പെടും. അതേപോലെ തന്നെ നമ്മൾ രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. നമ്മളെ ഓരോരുത്തരും ജീവിതത്തിൽ രക്ഷിക്കാൻ ദൈവം ഒരു സമയം തീരുമാനിച്ചു. ആ സമയത്ത് ഈശോ നമ്മളെ രക്ഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ചില ആൾക്കാർ ചെയ്യും, അപ്പോൾ പ്രാർത്ഥിക്കാതിരുന്നാൽ രക്ഷിക്കോ? അതെനിക്കറിയാൻ പാടില്ല. എന്തായാലും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ പ്രാർത്ഥന കേൾക്കുമെന്നും ആ ദൈവം തീരുമാനിച്ച സമയത്ത് ദൈവം രക്ഷിക്കുന്ന കാര്യത്തിൽ സംശയം വേണ്ട. പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഓർക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അട്ടപ്പാടി സെഹിയോൻ ധ്യാനകേന്ദ്രത്തിൽ വന്ന് സാക്ഷ്യപ്പെടുത്തിയ ഒരു സഹോദരിയുടെ സാക്ഷ്യം. അത് വളരെ കറക്റ്റാണ്. നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് അനീന. ഞാൻ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ നിന്ന് വരുന്നു. നിലമ്പൂർ. എനിക്ക് ഒരു 6 വർഷമായിട്ട് അലർജിയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അതായത് ഡസ്റ്റിൻ്റെ അലർജി ആയിരുന്നു. അതായത് പൊടി അടിച്ച അപ്പം എനിക്ക് തുമ്മൽ വരുമായിരുന്നു. ഭയങ്കര തുമ്മൽ, ചുമ, പനി, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഒരുപാട് ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചു. അപ്പോൾ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ മരുന്ന് തരും. മരുന്ന് എന്ന് സ്ഥിരമായിട്ട് കഴിക്കണമായിരുന്നു.
ഒരു ദിവസം കഴിച്ചില്ലെങ്കിൽ അപ്പം എനിക്ക് തുമ്മൽ വരുമായിരുന്നു. എന്നും നൈറ്റിലാണ് മരുന്ന് ഡോക്ടർ കഴിക്കാൻ പറഞ്ഞത്. ഗുളിക ഒരു ദിവസം മുടങ്ങിയ എനിക്ക് തുമ്മൽ, ഭയങ്കര തുമ്മലായിരുന്നു, നിർത്താതെ തുമ്മുമായിരുന്നു. അതുപോലെ ഫസ്റ്റത്തെ ദിവസം തുമ്മലാണെങ്കിൽ പിറ്റേ ദിവസം എനിക്ക് ചുമയായിരുന്നു. പിന്നെ എനിക്ക് പനിയാണ്, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്ന് സൺഡേ അഭിഷേകജ്ഞ കാണുമായിരുന്നു, നൈറ്റ് 8:30 അഭിഷേകജ്ഞ കാണുമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ 2022 ഒക്ടോബർ ആയപ്പോൾ അമ്മ പറഞ്ഞു, അട്ടപ്പാടിയിൽ സാക്ഷ്യപ്പെടുത്താന്ന് നേർന്നിട്ട് പ്രാർത്ഥിക്ക്. അഭിഷേകജ്ഞ കണ്ടോണ്ടിരുന്ന് പറഞ്ഞു, ഈ അഭിഷേകജ്ഞ കാണുമ്പോൾ നീ ഇങ്ങനെ പ്രാർത്ഥിക്കുക, ഈ രോഗം മാറുവാണ്, ഞാൻ അട്ടപ്പാടി മലമുകളിൽ വന്ന് എനിക്ക് കിട്ടിയ ഈ അനുഗ്രഹത്തെ സാക്ഷ്യപ്പെടുത്താം അല്ലേ? അമ്മ പറഞ്ഞു നന്നായിട്ട് നീ പ്രാർത്ഥിക്ക്, ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ 2022 ഒക്ടോബറിൽ ഞാൻ അഭിഷേകജ്ഞയൊക്കെ കണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അമ്മ മനസ്സിൽ കൽക്കുരിശിനെ അമ്മ സമർപ്പിച്ച് അമ്മ തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മ പറഞ്ഞു, നിൻ്റെ അലർജിക്ക് വേണ്ടി ഞാൻ കൽക്കുരിശിൽ തൊട്ട് പ്രാർത്ഥിക്കുകയാണ്, നീ ദൈവത്തിൽ വിശ്വസിച്ച് നന്നായിട്ട് പ്രാർത്ഥിക്ക്, നിൻ്റെ അലർജി രോഗം ഈശോ എടുത്തു മാറ്റും, അടുത്ത ഒക്ടോബർ മാസം 2023 നീ സാക്ഷ്യം പറയാമെന്ന് നേരണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ഒരു 2 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് തുമ്മൽ വരാതായി. അതായത് പൊടി അടിച്ചാലും എനിക്ക് അങ്ങനെ തുമ്മൽ വലിയ വരലില്ലായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, അത് ഈശോ എടുത്ത് മാറ്റിയത് തന്നെ ആയിരിക്കും, നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ഈശോയെ ഞാൻ എന്തായാലും സാക്ഷ്യം പറയും, എൻ്റെ തുമ്മൽ എടുത്ത് മാറ്റണേ, അടുത്ത വർഷം ഒക്ടോബറിൽ ഞാൻ സാക്ഷ്യപ്പെടുത്താമെന്ന് ഞാൻ നേർന്നായിരുന്നു. അങ്ങനെ ഞാൻ ഈശോയോട് കരഞ്ഞ് നന്നായിട്ട് എന്ന് അഭിഷേകജ്ഞ കാണുമായിരുന്നു, കണ്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഞാനൊരു 6 മാസം വരെ നോക്കി. 6 മാസം വരെ എനിക്ക് മരുന്ന് കഴിക്കേണ്ടി വന്നിട്ടില്ല. എനിക്ക് തുമ്മലും വന്നിട്ടില്ല, ചുമയില്ല, പനിയില്ല, ഒന്നുമില്ല. വീണ്ടും പ്രാർത്ഥിച്ചു. അഭിഷേക നീ കണ്ട് പ്രാർത്ഥിച്ച് സാക്ഷ്യപ്പെടുത്തിയേക്കുക എന്ന് പറഞ്ഞ് മാത്രമേ ഉള്ളൂ. പിന്നെ വന്നിട്ടില്ലല്ലോ. ഇപ്പൊ 1 വർഷം കഴിഞ്ഞു, ഞാൻ ഇതുവരെ മരുന്ന് കഴിച്ചിട്ടില്ല, എനിക്ക് തുമ്മലില്ല, ചുമയില്ല, പനിയില്ല. കർത്താവ് അനുഗ്രഹിച്ചു. നന്ദി. അഭിഷേക നീ കണ്ട് പ്രാർത്ഥിച്ചപ്പോ ഇതാസി അതുപോലെ അമ്മ ഇങ്ങനെ പറഞ്ഞു, ഇത് ഉള്ളിൽ കണ്ടുകൊണ്ട് പറഞ്ഞു, കൽക്കുരിശ് മലയിലെ കൽക്കുരിശിൽ തൊട്ട് ഇതാ ഞാൻ പ്രാർത്ഥിക്കുന്നു, എൻ്റെ മോളുടെ രോഗം കർത്താവേ മാറ്റണമെന്ന് ശംഖ് കൊട്ടി പ്രാർത്ഥിച്ചു. എത്ര വർഷമായിട്ടുള്ളതെന്ന് പറഞ്ഞത്? ഞാൻ ഒരു +2 പഠിക്കുമ്പോൾ തൊട്ട് 6 വർഷമൊക്കെ ആയി. 6 വർഷത്തോളമായി രാത്രി മരുന്നില്ലാതെ ഒരു ദിവസം പോലും കിടക്കാൻ പറ്റാത്ത സഹോദരി ഇപ്പോൾ 1 വർഷമായിട്ട് ഒരു മരുന്നില്ല, എല്ലാ രോഗവും കർത്താവ് എടുത്ത് മാറ്റി. ഒരു ദിവസം എൻ്റെ മരുന്ന് കഴിച്ചില്ലെങ്കിൽ എനിക്ക് അപ്പം തുമ്മൽ തുടങ്ങും. ആ മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഒരു പ്രത്യേക സിറ്റുവേഷനിലാണ് കർത്താവ് അത്ഭുതകരമായി സൗഖ്യപ്പെടുത്തിയത്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഓക്കെ, ആ കുട്ടിയുടെ പ്രാർത്ഥനകളെല്ലാം ദൈവം കേട്ടില്ലേ? അതുവരെയുള്ള പ്രാർത്ഥന വേസ്റ്റായി പോയി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല അല്ലേ? അപ്പം നിങ്ങൾ ചിന്തിച്ചു നോക്ക്, സ്വീകാര്യമായ സമയത്ത് നമ്മളെ രക്ഷിക്കാൻ ദൈവം തീരുമാനിച്ച ദിവസത്തിൽ ദൈവം നമ്മളെ രക്ഷിക്കും, ദൈവം നമ്മളെ സഹായിക്കും, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. അപ്പോൾ നമ്മൾ നിരാശപ്പെടരുത്, തകർന്നു പോകരുത്. നമ്മുടെ ജീവിതത്തിൽ അതുപോലെ കർത്താവ് നമ്മളെ അനുഗ്രഹിച്ച് ഉയർത്തും. പറഞ്ഞ ഹല്ലേലൂയ. അഭിഷേകാന്തി കുട്ടി, ആ കുട്ടിക്ക് എന്തുമാത്രം വിശ്വാസം വന്നു അല്ലേ? ആ കുട്ടിയുടെ അമ്മയുടെ വിശ്വാസം. അതുപോലെ നിങ്ങൾ സ്നേഹപൂർവ്വം ഓർമ്മിക്കുകയാണ്, നിങ്ങൾ അട്ടപ്പാടിയിൽ വരണം. അട്ടപ്പാടി നമ്മളൊരു അമ്മ വീടാണ്, ഒരു തറവാട് പോലെയാണ് അട്ടപ്പാടി. താഴെ സഹ്യോൻ ധ്യാന കേന്ദ്രത്തിൽ വന്നിട്ട് പിന്നെ നടന്ന് ആ കൽക്കുരിശ് മല കയറണം. എന്നിട്ട് അവിടെ ആ കൽക്കുരിശിൽ പോയി തൊട്ട് പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ നോക്കി വീട്ടിലിരുന്ന് കൽക്കുരിശ് ഓർത്ത് സാക്ഷ്യപ്പെടുത്താൻ നേർച്ച എന്ന് പ്രാർത്ഥിക്കുമ്പോൾ എത്ര അനുഗ്രഹം കർത്താവ് ചെയ്യല്ലേ? നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 22-ാമത്തെ അധ്യായത്തിന്റെ 22-ാം തിരുവചനം, ദാവീദ് ഭവനത്തിന്റെ താക്കോൽ ഞാൻ അവന്റെ തോളിൽ വെച്ച് കൊടുക്കും, അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല. വെളിപാട് പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിന്റെ 7-ാം തിരുവചനം, ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവനും ആർക്കും തുറക്കാൻ കഴിയാത്ത വിധം അടയ്ക്കുന്നവനും ആർക്കും അടയ്ക്കാൻ കഴിയാത്ത വിധം തുറക്കുന്നവനുമായ കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവേ, ഈ വചനങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവായ ദൈവമേ, ഈ കുടുംബങ്ങളുടെ മേലുള്ള ഓരോ വ്യക്തികളുള്ള എല്ലാ തടസ്സങ്ങളും, ബന്ധനങ്ങളും, ആധിപത്യങ്ങളും, രോഗപീഠകളും, ശല്യങ്ങളും, ബാധകളും, ഭൂതങ്ങളും യേശു നാമത്തിൽ അഴിച്ചു പിടിപ്പിക്കുന്നു. കുട്ടികൾ ഭാവിക്കട്ടെ. എനിക്കായി എൻ്റെ ദൈവം വഴി തുറക്കും, ചെങ്കടലിൻ മീതെ വഴി തുറക്കും. കൈയടിച്ച് എനിക്കായി എൻ്റെ ദൈവം വഴി തുറക്കും,
ചെങ്കടലിൻ മീതെ വഴി തുറക്കും. അവൻ തുറന്നാലാരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാലാരും തുറക്കുകയില്ല. വിശ്വസിച്ച്. അവൻ തുറന്നാലാരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാലാരും തുറക്കുകയില്ല. എനിക്കായി എൻ്റെ ദൈവം വഴി തുറക്കും, ചെങ്കടലിൻ മീതെ വഴി തുറക്കും. ഓ കർത്താവായ ദൈവമേ, ഇപ്പൊ ഓരോരുത്തർക്കും ഇവിടെ പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളിപ്പോ ഏതൊക്കെ കാര്യങ്ങളാണ് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത്, ആ കാര്യങ്ങളുടെ മേൽ ഈശോ ഇപ്പൊ ഇടപെടും. വിശ്വസിക്കുക. കർത്താവ് പ്രാർത്ഥന കേൾക്കും. കർത്താവ് അറിഞ്ഞിരിക്കുന്നവനല്ല, രക്ഷ ദിവസം നിന്നെ സഹായിക്കാം. തീക്ഷ്ണതയോടെ ജ്വലിച്ച് പ്രാർത്ഥിക്കുന്നത്. എനിക്ക് മുൻപേ അവൻ പോയിടുന്നു, മലകൾ കുന്നുകൾ നിരപ്പാക്കുന്നു. എനിക്ക് മുൻപേ അവൻ പോയിടുന്നു, മലകൾ കുന്നുകൾ നിരപ്പാക്കുന്നു. പിച്ചളവാതിലുകൾ തകർത്തിടുന്നു, ഇരുമ്പോടാമ്പലുകൾ ഒടിച്ചിടുന്നു. പിച്ചളവാതിലുകൾ തകർത്തിടുന്നു, നീ തകർന്നു കിടക്കുന്ന സ്ഥലത്ത് ദൈവം നിന്നെ പണിതുയർത്തും. തകർന്നവനോ നീ തകർന്നവളോ, ഇറങ്ങി വരും നിന്റെ ദൈവം. തകർന്നിടത്ത് തന്നെ നിന്നെ ഉയർത്തും. നിന്റെ കർത്താവിന്ന് യേശു കർത്താവിന്ന്, നിന്റെ കർത്താവിന്ന് യേശു കർത്താവിന്ന്, നിന്റെ കർത്താവിന്ന് യേശു കർത്താവിന്ന്. എനിക്കായി എൻ്റെ ദൈവം വഴി തുറക്കും, ചെങ്കടലിൻ മീതെ വഴി തുറക്കും. അവൻ തുറന്നാലാരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാലാരും തുറക്കുകയില്ല. അവൻ തുറന്നാലാരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാലാരും. കരങ്ങൾ ഉയർത്തി വീണ്ടും സ്തുതിക്കുന്ന ഹല 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 ഹല. ഓ കർത്താവായ ദൈവമേ, യേശുവിന്റെ നാമത്തിൽ കർത്താവ് തുറക്കാനും അടയ്ക്കാനും അധികാരം കർത്താവെ സഭയ്ക്ക് നൽകിയ കർത്താവേ, പൗരോഹിത്യത്തിന് നൽകിയ കർത്താവേ, പൗരോഹിത്യത്തെ ഓർത്ത് അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ലോകമുള്ള എല്ലാ വൈദികരെ ഓർത്ത് നന്ദി പറയുന്നു. ഓ കർത്താവായ ദൈവമേ, പുരോഹിതന്റെ ആശീർവാദത്തിന്റെ പ്രാർത്ഥനയുടെ സ്വരം സ്വർഗത്തിൽ എത്തി എന്ന ദിനവൃത്താന്തത്തിന്റെ പുസ്തകത്തിന്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് യേശുവേ, ഈ എളിയ ദാസൻ ഇപ്പോൾ ബഹുമാനപ്പെട്ട സേവകരുടെ ആത്മീയ കൂട്ടായ്മയിൽ, ആത്മബാലകരുടെ കൂട്ടായ്മയിൽ ഈ സംഭവത്തിൽ മേൽ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ കരുണ തോന്നണമേ. ഇവരുടെ കുടുംബങ്ങളിലും വ്യക്തി ജീവിതങ്ങളിലും ബിസിനസ് മേഖലകളിലും ജോലി മേഖലകളിലും നാളുകളെ അടഞ്ഞിരിക്കുന്ന വാതിലുകൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഓ കർത്താവായ ദൈവമേ, വീണ്ടും പ്രാർത്ഥിക്കുന്നു കർത്താവേ. അർപ്പിക്കാൻ വന്ന വിശുദ്ധ കുർബാന അനന്ത യോഗ്യതയാൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, നാളുകളായി ഇവരുടെ കുടുംബത്തിൽ, ഇവരുടെ വ്യക്തി ജീവിതത്തിൽ പാപത്തിന്റെ തുറന്നു കിടക്കുന്ന വാതിലുകൾ, എല്ലാ തരത്തിലും അന്ധകാര പീഡകളും കയറി വരുന്ന തലമുറകളുടെ വാതിലുകൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്നേക്കുമായി അടച്ചു മുദ്രയിടുന്നു. വിട്ടുതൽ ഭാവിക്കട്ടെ, കൃപ നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ഹല 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 ഹല. ആരാധന 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 ആരാധന. ഓ കർത്താവായ ദൈവമേ, ജോലി മേഖലകളിൽ, പഠന മേഖലകളിൽ കർത്താവേ കടബാധ്യത, കർത്താവേ സാമ്പത്തിക തകർച്ചകൾ, ഇങ്ങനെയുള്ള തടസ്സങ്ങളും ബന്ധങ്ങളും ആധിപത്യങ്ങളും യേശുവിന്റെ നാമത്തിൽ അടിച്ചു പിടിപ്പിക്കുന്നു. വിട്ടുതൽ ഭാവിക്കട്ടെ. ആരാധന 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 ആരാധന. വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തികളെയും മുദ്രയിട്ട് വേർതിരിക്കുന്നതായിരുന്നു. അടയ്ക്കേണ്ടത് അവിടുന്ന് അടയ്ക്കണമായിരുന്നു, തുറക്കേണ്ടത് തുറക്കണമായിരുന്നു. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, ലോകം നമ്മെ വെറുക്കാനുള്ള കാരണങ്ങൾ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരു കാരണവുമില്ലാതെ ലോകം നമ്മളെ വെറുക്കുന്നത് പോലെ ഒരു തോന്നൽ നമ്മുടെ ജീവിതത്തിൽ വരാം. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്.
കാരണം കൂടാതെ എന്നെ വെറുത്തു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് പൂർത്തിയാകാനാണ് ഇതെല്ലാം സംഭവിച്ചത്. നമ്മൾ ഇതിനെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. മനസ്സിലാക്കിയിരുന്നാൽ മനസമാധാനം കിട്ടും. അതാണ് അതിൻ്റെ ഒരു സത്യം. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് ഞാൻ പെട്ടെന്നൊരു വചനം ഓർമ്മയിൽ വരികയാണ്. ദൈവത്തെയും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പൂർണ്ണമായ പരിജ്ഞാനം വഴി സമാധാനവും കൃപയും കൊണ്ട് നമ്മൾ നിറയപ്പെടും. അപ്പോൾ ഓരോ കാര്യങ്ങളും അറിയും തോറും നമുക്കൊരു സമാധാനമാകും. യോഹന്നാൻ 1-ാമത്തെ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൻ്റെ 19-ാം തിരുവചനം നമുക്ക് വായിക്കാം. നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്നും നാം അറിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ആ സ്ക്രീനിലേക്ക് നോക്കിയേ. എന്താണ് വചനത്തിൻ്റെ അർത്ഥം? നമ്മൾ ലോകത്തിൻ്റെതല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ദൈവത്തിൽ നിന്ന് വന്നവരാണ്, ദൈവത്തിലേക്ക് പോകാനുള്ളവരാണ്. എന്നാൽ ഈ ലോകം മുഴുവൻ ദുഷ്ടന്റെ പിശാചന്റെ ഒരു ശക്തി വലയത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ ലോകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭൂമി എന്നുള്ളൊരു അർത്ഥത്തിലല്ല, മറിച്ച് ചില പാപത്തിന്റെ സ്വാധീനങ്ങൾ എന്ന അർത്ഥത്തിൽ നമ്മൾ അതിനെ മനസ്സിലാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ സുവിശേഷത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ 18-ാം തിരുവചനം, ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നുവെങ്കിൽ, ലോകം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെതല്ലാത്തത്, ഈ ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നുവെങ്കിൽ അതിനു മുൻപേ അത് എന്നെ ദ്വേഷിച്ചു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ തന്നെ നമുക്കൊരു ബലം തരാൻ വേണ്ടി പറയാ, പൊന്നുമക്കളെ, നിങ്ങളെ ലോകം നിങ്ങളെ പിന്നെ വിഷമിപ്പിക്കുന്നു, നിങ്ങളെ മാറ്റം നിർത്തുന്നു, പിന്നെ നിങ്ങൾ വെറുക്കുന്നു, ടെൻഷൻ പിടിക്കേണ്ട. ഓൾറെഡി അത് എന്നെ വെറുത്തതാണെന്ന് അറിഞ്ഞുകൊള്ളുക. ചിലപ്പോൾ തന്നെ വലിയ രോഗം ബുദ്ധിമുട്ടുകളൊക്കെ ചില ആൾക്കാർ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതേ രോഗം തന്നെ അതിന് മൂർധന്യ അവസ്ഥയിലാണെങ്കിൽ ചിലപ്പോൾ നമ്മളെ അവസ്ഥ ഇത് വെച്ച് നോക്കുമ്പോൾ ഇതെന്താന്ന് പറഞ്ഞ പോലെയാണ്. ഈശോ പറയുകയാണ് റോമാലേഖനത്തിൽ 12-ാമത്തെ അധ്യായത്തിന് 1-2 തിരുവചനങ്ങൾ, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, ഈ ലോകത്തിൻ്റെ ഗതി പിന്തുടർന്ന് നമ്മൾ പോകരുത് എന്ന്. ഈ ലോകത്തിന് അനുരൂപരാകരുത്. ഈ ലോകം വെച്ച് നീട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ പിന്നാലെ നമ്മളിങ്ങനെ കൂട്ടിക്കൊഴിഞ്ഞ് പോകരുതെന്ന് വചനം വെളിപ്പെടുത്തുക. അങ്ങനെ പോയാലുള്ള അപകടത്തെക്കുറിച്ച് യാക്കോബസ് ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യാക്കോബസ് ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ തിരുവചനത്തിലാണ്, വിശ്വസ്തത പുലർത്താത്തവരെ, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാകും. അതുകൊണ്ട് ലോകത്തിലോട്ടുള്ള കൂട്ടുകെട്ട്, ലോകത്തിലോട്ടുള്ള ചായ്വ്, ഈ ലോകത്തിൻ്റെ സുഖഭോഗങ്ങളുടെ ആസക്തി, ഇതെല്ലാം ദൈവത്തോടുള്ള ശത്രുതയിലേക്ക് നമ്മളെ കൊണ്ടുപോയി എത്തിക്കും എന്ന് വചനം വെളിപ്പെടുത്തുക. ഇപ്പം ഈ 3-4 വചനങ്ങളിൽ നിന്ന് ഒരു കാര്യം നമുക്ക് ക്ലിയറായി. നമ്മൾ ലോകത്തിൻ്റെ ആളല്ല, നമ്മൾ ദൈവത്തിൻ്റെ ആളാണ്. ലോകത്തിൻ്റെ പിന്നാലെ പോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകം നമ്മളെ വെറുക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. വേറെ ഒരു കാരണമല്ല, ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ലോകം നമ്മളെ വെറുക്കും. ഈ ലോകം നമ്മളെ വെറുക്കാനുള്ള 1-ാമത്തെ കാരണം വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്ന ഇതാണ്, നമ്മൾ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരായതുകൊണ്ട്. മറ്റൊരു വാക്കുകൾ പറഞ്ഞാൽ, ഈ ലോകത്തിൽ നിന്ന് യേശുക്രിസ്തു തൻ്റെ വിളിയാൽ നമ്മളെ തെരഞ്ഞെടുത്ത് വേർതിരിച്ച് മാറ്റി നിർത്തിയിരിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഈ ലോകം നമ്മളെ ചപ്പും ചവറും പോലെ കണക്കാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് തന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ലോകത്തിന് മുമ്പ് ഞങ്ങൾ ചപ്പും ചവറുമാണ്, അതേപോലെ ലോകം നമ്മളെ കണക്കാക്കും. യോഹന്നാന്റെ സുവിശേഷത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ 19-ാം തിരുവചനം, Gospel of St. John chapter 15 verse 19, നിങ്ങൾ ലോകത്തിൻ്റെതായിരുന്നുവെങ്കിൽ ലോകം സ്വന്തമായി തന്നെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റെതല്ലാത്തത് കൊണ്ട് ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? നമ്മൾ ലോകത്തിന്റെ സ്വന്തമല്ല. നമ്മൾ ലോകത്തിന്റെ സ്വന്തമായിരുന്നെങ്കിൽ ഈ ലോകം നമ്മളെ അതുപോലെ സ്നേഹിക്കുമായിരുന്നു, അതുപോലെ താങ്ങിക്കൊടുക്കുമായിരുന്നു, അതേപോലെ കൂടെ കൊണ്ടു നടക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ഈ ലോകത്തിൻ്റെതല്ല,
ഞാൻ നിങ്ങൾ ഈ ലോകത്തെ പ്രത്യേകം തിരഞ്ഞെടുത്തും ശിഷ്യന്മാരോട് പറയുകയാണ്, അപ്പസ്തലന്മാരോട് പറയുകയാണ്. അതുകൊണ്ട് ഈ ലോകം എപ്പോഴും നിങ്ങളെ ദ്വേഷിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ലോകവും ദൈവവും കൂടി ഒരുമിച്ച് പോകുമെന്ന് വിചാരിക്കരുത്. ഇത് നടക്കില്ല. യോഹന്നാൻ 15:16 നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ ലോകം നമ്മളെ വെറുക്കുന്നുണ്ടെങ്കിൽ, ഈ ലോകം നമ്മളെ ചപ്പൻ ചവറും പോലെ കണക്കാക്കുന്നുണ്ടെങ്കിൽ, ഈ ലോകം നമ്മളെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ, ഈ ലോകം നമ്മളെ നോക്കി പരിഹസിക്കുന്നുണ്ടെങ്കിൽ, ഈ ലോകം നമ്മളെ നോക്കി നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാമെന്ന് വെല്ലുവിളിക്കുന്നുണ്ടെങ്കിൽ, നീ ഈ ലോകത്തിലുള്ള ആൾക്കാരെ നോക്കിയിട്ട് നീ ഒരു മനുഷ്യനാണോ എന്ന് പറഞ്ഞ് നിന്നെ അപമാനിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട ദൈവവൈതലേ, നീ കർത്താവിൽ അഭിമാനിച്ചോ. ലോകം നിങ്ങളിങ്ങനെ അപമാനിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അഭിമാനിച്ചോ കർത്താവിൽ. കാരണം എന്താ? ഈ ലോകത്തിൽ നിന്ന് യേശുക്രിസ്തു തൻ്റെ വിളിയാൽ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ക്രിസ്ത്യാനിയാകാൻ വിളി തന്ന് നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. നല്ലൊരു കുടുംബജീവൻ തന്നെ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നല്ലൊരു വൈദിക ജീവൻ തന്നെ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നല്ലൊരു സമർപ്പണ ജീവൻ തന്നെ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നല്ലൊരു സുവിശേഷ വേലക്കാരൻ്റെ ജീവിതം തന്ന് ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഹല്ലേലൂയാ. അപ്പൊ തിരഞ്ഞെടുത്തതിൻ്റെ തെളിവാണ് ലോകത്തിന് നമ്മൾക്ക് താല്പര്യമില്ല. ഹല്ലേലൂയാ. ഇതൊരു സത്യമാണ്. ഇത് മനസ്സിലാക്കാൻ തുടങ്ങുമ്പോഴേ നമുക്ക് ആനന്ദിക്കാൻ പറ്റുള്ളൂ. ഇത് മനസ്സിലാക്കുമ്പോഴേ അഭിമാനം തോന്നുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഒരു കരച്ചിലും വിലാപവും ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ലോകം നമ്മളെ വെറുക്കാൻ രണ്ടാമത്തെ ഒരു കാരണമുണ്ട്. അത് ലോകത്തിൻ്റെ പ്രവർത്തികളെ നോക്കി വചനപ്രകാരം ഇത് തിന്മയാണെന്ന് പറയാൻ തുടങ്ങിയാൽ ലോകം നമ്മളെ വെറുക്കും. ഹല്ലേലൂയാ. ലോകത്തിന്റെ പ്രവർത്തികളെ നോക്കി ഇത് വചനപ്രകാരം ശരിയല്ല, ഇത് യേശുക്രിസ്തുവിന്റെ നേച്ചർ അല്ല, ഇത് സഭയ്ക്ക് ചേർന്നതല്ല, ഇത് നമ്മുടെ പാരമ്പര്യത്തിന് ചേർന്നതല്ല എന്ന് പറയാൻ തുടങ്ങിയാൽ ആ ഒറ്റ കാരണം കൊണ്ട് ലോകം നമ്മളെ വെറുക്കും, ലോകം നമ്മളെ മാറ്റും. യോഹന്നാന്റെ സുവിശേഷത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ 7-ാം തിരുവചനം, ലോകത്തിന് നിങ്ങളെ വെറുക്കാൻ സാധിക്കുകയില്ല, എന്നാൽ അതിൻ്റെ പ്രവർത്തികൾ തിന്മയാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തിയതിനാൽ അത് എന്നെ വെറുക്കുന്നു. ഈശോ പറയുകയാണ്. ഈശോ തൻ്റെ മുമ്പിൽ കൊണ്ടിരിക്കുന്ന ചില പ്രത്യേക ഗണത്തെ നോക്കി പറയുകയാണ്, നിങ്ങളെ ആരും വെറുക്കില്ല, നിങ്ങളെ ലോകത്തിന് വെറുക്കാൻ പറ്റുകയില്ല. കാരണം എന്താ? നിങ്ങൾ ലോകം പറയുന്നതെല്ലാം ശരി ശരിയെന്ന് പറഞ്ഞ് കൈയടിച്ച് സപ്പോർട്ട് കൊടുക്കുന്നു. എന്നാൽ ആ ലോകത്തെ നോക്കി ആ പ്രവർത്തികൾ തെറ്റാണെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട്, എൻ്റെ പിതാവിൻ്റെ വചനപ്രകാരം തെറ്റാണെന്ന് പറഞ്ഞതുകൊണ്ട് അതെന്നെ വെറുക്കുന്നു. നിങ്ങൾ ചിന്തിച്ച് നോക്ക്. സ്നാപക യോഹന്നാൻ ഹെറോദേസിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ആ ഹെറോദേസിൻ്റെ കൃപയുടെ ജീവിതത്തിന് ചേരാത്ത, കുടുംബജീവിതത്തിന് പുറത്തുള്ള പല തരത്തിലുള്ള പാപബന്ധങ്ങളെ നോക്കിക്കൊണ്ട് സ്നാപകയോഹന്നാൻ ഇത് തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ ആ ഒറ്റ കാരണം കൊണ്ട് എൻ്റെ സഹോദരങ്ങൾ അതിനോട് കൂട്ടുചേർന്നിരുന്ന ലോകം മുഴുവൻ സ്നാപകരെ വെറുത്തില്ലേ? ഹല്ലേലൂയാ. ജ്ഞാനത്തിന്റെ പുസ്തകത്തിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ തിരുവചനം ഇത് വെളിപ്പെടുത്തുന്നുണ്ട്. ബുക്ക് ഓഫ് വിസ്ഡം ചാപ്റ്റർ 2 വേഴ്സ് 12. നീതിമാനെ നമുക്ക് പതിയിരുന്ന് ആക്രമിക്കാം, അവൻ നമുക്ക് ശല്യമാണ്, അവൻ നമ്മുടെ പ്രവർത്തികളെ എതിർക്കുന്നു, നിയമം ലംഘിക്കുന്നതിനെയും ശിക്ഷണ വിരുദ്ധമായി പ്രവർത്തിക്കുന്നതിനെയും കുറിച്ച് അവൻ നമ്മെ ശാസിക്കുന്നു. നോക്ക് സഹോദരങ്ങൾ, ആരാ നീതിമാൻ? നീതിമാൻ എന്ന് പറയുന്നത് ചെയ്യേണ്ടാത്ത നന്മയും ദൈവസ്നേഹത്തെ പ്രതി ചെയ്യുന്നവനെന്ന് മാത്രമല്ല, പാപത്തോട് പങ്കുചേരാത്തവനാണ് നീതിമാൻ. എന്നിട്ട് പറയാണ്, ലോകം പറയാണ്, ആ നീതിമാൻ ഒരാളുണ്ടല്ലോ, അവനെ എങ്ങനെ പതിയിരുന്ന് നമുക്ക് ആക്രമിക്കാം, വാക്കുകൾ കൊണ്ട് ആക്രമിക്കാം, അല്ലേ? ഓരോ പലതരം ഏതൊക്കെ ഇതിൽ ആക്രമിക്കാം. കാരണം അവൻ നമുക്ക് ശല്യമാണ്. എന്താ വിഷയം? അവൻ നമ്മുടെ പ്രവർത്തികൾ എതിർക്കുന്നു, നമ്മൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുന്നു, നമ്മൾ വചനം ലംഘിക്കുന്നതിന് അവനിങ്ങനെ ശാസിക്കുന്നു. കണ്ടോ? അതുകൊണ്ട് കുടുംബത്തിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും കമ്മ്യൂണിറ്റിയിലാണെങ്കിലും സഭയിലാണെങ്കിലും എവിടെയാണെങ്കിലും ശരി, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ വചനത്തിന് വിരുദ്ധമായ കൃപയ്ക്ക് ചേരാത്ത കാര്യങ്ങളോടെ താക്കീത് കൊടുക്കാൻ തുടങ്ങിയാൽ അപ്പം മുതൽ അതാരാണെങ്കിലും ശരി നമ്മളെ വെറുക്കാൻ വേണ്ടി തുടങ്ങും. പറഞ്ഞ ഹല്ലേലൂയാ. മൂന്നാമതായി ലോകം നമ്മളെ വെറുക്കാനുള്ള ഒരു കാരണം ബൈബിൾ വെളിപ്പെടുത്തുന്നത്, അത് നമ്മൾ നന്മ ചെയ്യുന്നത് കൊണ്ട് ലോകം നമ്മളെ വെറുക്കും.
സങ്കീർത്തന പുസ്തകത്തിൽ 38-ാമത്തെ സങ്കീർത്തനത്തിൽ 20-ാം തിരുവചനം, Psalms 38:20, നന്മയ്ക്ക് പ്രതിഫലമായി അവർ എന്നോട് തിന്മ ചെയ്യുന്നു, ഞാൻ നന്മ ചെയ്യുന്നത് കൊണ്ടാണ് അവർ എൻ്റെ വിരോധികളായത്. സങ്കീർത്തനം വിലപിക്കുകയാണ്. എന്താ സങ്കീർത്തനം പറയുന്നത്? ഞാൻ നന്മ ചെയ്തു, ആ നന്മയ്ക്ക് അവർ എനിക്ക് തന്ന പ്രതിഫലമാണ് തിന്മ എന്നൊരു കൺഘോഷം പറയാണ്. ഞാൻ നന്മ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ലോകം എന്നെ വെറുക്കുന്നത്, ഞാൻ നന്മ ചെയ്യുന്നത് കൊണ്ടാണ് എനിക്കെതിരെ വിരോധികൾ ഉണ്ടാകുന്നത്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ലോകം നമ്മളെ വെറുക്കുന്നത് കൊണ്ടോ, നമ്മൾ നന്മ ചെയ്തത് കൊണ്ട് ലോകം നമ്മളെ വെറുക്കുന്നത് കൊണ്ടോ, ലോകത്തിന്റെ കാര്യങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞത് കൊണ്ട് ലോകം നമ്മൾ ഒറ്റപ്പെടും, നമ്മൾ പുറകോട്ട് പോകരുത്, നമ്മൾ ഭയപ്പെടരുത്, നമ്മൾ പിന്നോട്ട് മാറരുത്. കാരണം ദൈവോധനം നമുക്ക് തരുന്ന അഷുറൻസ് ഉണ്ട്. യെശയ്യാ പ്രവചനത്തിൽ 8-ാമത്തെ അധ്യായത്തിന്റെ 11-13 തിരുവചനങ്ങൾ, തൻ്റെ ശക്തമായ കരം എൻ്റെ മേൽ വെച്ചുകൊണ്ട് അവിടുന്ന് എന്നോട് അരുളി ചെയ്യുകയും ഈ ജനത്തിൻ്റെ മാർഗത്തിൽ ചരിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഈ ജനം സഖ്യമെന്ന് വിളിക്കുന്നതിനെ നിങ്ങൾ സഖ്യമായി കരുതുകയോ, ഈ ജനം ഭയപ്പെടുന്നതിനെ ഭയപ്പെടുത്തുകയോ ചെയ്യരുത്, പരിഭ്രമിക്കുകയും അരുത്. സൈന്യങ്ങളുടെ കർത്താവിനെ പരിശുദ്ധനായി കരുതുവൻ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, കൂട്ടത്തിൽ നിൽക്കാൻ ആരുമില്ലെങ്കിലും ശരി, കൂട്ടത്തിലുള്ളവർ മുഴുവൻ നമ്മളെ എങ്ങനെ ഒരു പ്രത്യേക ജീവികളെയൊക്കെ ഓടിക്കുന്ന പോലെ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണെങ്കിലും ശരി, നീ പുറകോട്ട് മാറരുത്. ലോകം വെറുത്തത് കൊണ്ട് പുറകോട്ട് മാറരുത്. കാരണം ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ലോകം നിന്നെ വെറുക്കും, പക്ഷെ നീ പുറകോട്ട് പോകരുത്. നീ ഭൂരിപക്ഷത്തിന്റെ കൂടെ നിൽക്കരുത്. നീ ലോകത്തെ നോക്കാതെ നന്മ ചെയ്യുന്നത് കൊണ്ട് ലോകം നിന്നെ ദ്വേഷിക്കും, വിഷമിക്കരുത്. യേശുവിനെ അങ്ങനെ ദ്വേഷിച്ചിട്ടുണ്ട്. പുറപ്പാട് 23:2 ചങ്കിൽ പതിയട്ടെ, ഭൂരിപക്ഷത്തോട് ചേർന്ന് തിന്മ ചെയ്യരുത്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മുടെ കൂടെ നിൽക്കും സഹോദരങ്ങളെ, ദൈവം നമ്മുടെ കൂടെ നിൽക്കും. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന അത് നമുക്ക് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ്. കർത്താവെ, ഇവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, മറിച്ച് ലോകത്തിൻ്റെതല്ലാതെ ജീവിക്കാൻ കർത്താവ് ഇവരെ സഹായിക്കണമെന്ന് കർത്താവെ അവിടുത്തോട് പ്രാർത്ഥിച്ചല്ലോ. ഈശോയെ, ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ഈ പ്രാർത്ഥന നടത്തുന്നുണ്ടല്ലോ കർത്താവെ, ഞങ്ങൾ നന്ദി പറയുകയാണ്. കർത്താവ്, ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് കർത്താവ് അങ്ങനെ ജീവിക്കാനൊരു കൃപ ഞങ്ങൾ നിറയപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഓരോരുത്തരും ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിൽ എത്ര മാറ്റി നിർത്തിയാലും, ലോകത്തിൽ എത്ര തരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടായാലും അതൊന്നും ചെയ്യാതെ കർത്താവിൽ ആശ്രയിച്ച് വചനത്തോട് ചേർന്ന്, കർത്താവിനോട് ചേർന്ന്, സഭയോട് ചേർന്ന്, അണുപട മാറാതെ വ്യതിചലിക്കാതെ എത്ര ബുദ്ധിമുട്ട് പിടിച്ചു വെക്കാനുള്ള വലിയൊരു കൃപയുടെ അഭിഷേകം കർത്താവ് ഈ സമയത്ത് തരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. കർത്താവ്, ലോകത്തിന്റെ പ്രലോഭനങ്ങൾ പിടിച്ചു നിൽക്കാൻ പറ്റാത്തവർക്ക് കർത്താവ് ഒരു കൃപ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. വലിയൊരു അഭിഷേകം ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓ കർത്താവ്, ദൈവമേ, ലോകത്തിന്റെ കൂട്ടുകെട്ടുകളിൽ കുടുങ്ങിക്കിടക്കുന്നവര് ഈ ആരാധന ബുദ്ധിതരം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, യേശുവേ, കൂട്ടുകെട്ടുകൾ ഛിന്ന ഭിന്നമാകട്ടെ. ലോകത്തിന്റെ ജീവിക്കാനുള്ള കൃപ നിറയട്ടെ. കൃപ